ഹദീസിൽ അറിവുള്ള പണ്ഡിതൻ ഇമാം എന്ന് പറയുന്ന ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി, അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് ദിവാൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അതിൽ അദ്ദേഹം വഫാത്തായ നബിയെ വിളിച്ച് തേടുന്നത് കേട്ടോളി. യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറ വഅസൻ സമാ കുല്ലൽ വുജൂദി വുജൂദ هذه قراءة مذنب متمسك بولائكم من يوم كان وليدا يرجو بك المعي السعيد فبعثه بعد الممات إلى النعيم شهودا. വഫാത്തായ നബിയെ വിളിക്കുക, യാ സയ്യിദർ റസൂൽ, ഓ മുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ളവരെ, ചെറുപ്പകാലം മുതൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള പ്രതീക്ഷ നബിയെ അങ്ങാണെന്നാണ്, അങ്ങുണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സഹായിക്കാനെന്നാണ്. അതുകൊണ്ട് നബിയെ അങ്ങയുടെ സഹായം പ്രതീക്ഷിച്ച് അത് മുറുകെ പിടിച്ച് ദൃഢമായി വിശ്വസിച്ച ഒരു പാവപ്പെട്ട ഒരു അടിമ, ദോഷിയായ അടിമയുടെ ഏണപേക്ഷയാണ് നബിയെ. നബിയെ അങ്ങിൽ നിന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് വിജയകരമായ ജീവിതം, അതുപോലെ തന്നെ മരണത്തിന് ശേഷം സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും അങ്ങ് കാരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നബിയെ, ഈ അടിമ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നബിയെ കൈവിടല്ലേ എന്ന് നിങ്ങളെ ഭാഷയെ പറഞ്ഞാൽ വിളിച്ച് പ്രാർത്ഥിച്ചയാൾ ആരാണ്? അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്. ഇദ്ദേഹം ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫ്, ബുഖാരിക്ക് വിശ്വവിഖ്യാതമായ ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള വിശ്വവിഖ്യാതനായ ഇമാം. ഇദ്ദേഹവും നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം ഖുറാഫിയാണല്ലേ, ഇദ്ദേഹവും മുശ്രിക്കാണല്ലേ, വഫാത്തായ നബിയെ വിളിച്ച് തേടിയത് കാരണം ഇസ്ലാം എന്ന് പത്താണല്ലേ, മൂപ്പർക്കും ഖുർആൻ ഹദീസും തിരിഞ്ഞില്ല അല്ലേ? ആ നബി മര്യാദക്ക് വായിക്കാൻ പോലും അറിയാത്ത മുജാഹിദുകൾക്കാണോ ഖുർആൻ ഹദീസും തിരിഞ്ഞത്? കൃത്യമായി വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും.